ഇന്ന് കുറച്ച് കോളിഫ്ലവർ കിട്ടിയപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ പലതരം റെസിപ്പികൾ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്തു, കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് തക്കാളിയും അതുപോലെ കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെച്ചു. ചെറിയ ചെറിയ പീസാക്കി, കാരണം അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു പരീക്ഷണം കേട്ടോ, എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. നല്ലപോലെ ആ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച കോളിഫ്ലവർ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അതിനെ ഒന്ന് സ്മാഷ് ചെയ്തു. നല്ലപോലെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് അതിനെയൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തു. സ്മാഷ് ചെയ്തിട്ട് അതിൽ കുറച്ച് തക്കാളി അരച്ചതും ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റപ്പാക്കി ഒന്ന് മിക്സാക്കി വെച്ചു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, നമ്മൾ നേരത്തെ മുറുക്കി വെച്ച ഉള്ളി കട്ട് ചെയ്തതും കരുവേപ്പിൻ്റെ ഇലയും നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ, അതായത് ഗോൾഡൻ കളർ ആവുന്ന വരെ നല്ല പോലെ ഫ്രൈ ചെയ്തു. അതിൽ ഇത്തിരി ഉപ്പിട്ട ഈ വലിയ ഉള്ളികൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളതിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് ഫ്രൈ ആയി കിട്ടും തരേ. അപ്പം അതുപോലെ ചെയ്തിട്ട് ഈ അതായത് 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് അതിനെ വേവാനായിട്ട് വെച്ചിട്ട് അതങ്ങനെ തിളവന്നു. അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല കാണാൻ അടിപൊളിയായിട്ടൊരു